പിന്നെ അവർ കൈ പൊള്ളുന്ന ഒരു മേഖലയിൽ കൊണ്ടുപോയി കൈവച്ചു. മലയാളിയുടെ അന്തസ്സിന് അവർ വിലയിട്ടു. അത് നമ്മൾ കണ്ടതാണ്. 68 ലക്ഷം വരുന്ന ഉപഭോക്താക്കളുള്ള ഒരു മേഖലയാണ് നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത്. അതൊരു ഔദാര്യമല്ല, അത് ജനത്തിന്റെ അവകാശം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരാണ് മലയാളികൾ. അതിലെ രാഷ്ട്രീയം നോക്കാറില്ല. തന്റെ അവകാശം കിട്ടാൻ വേണ്ടി പെൻഷൻ മുടങ്ങിയപ്പോൾ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ഇപ്പോഴും തൊഴിലുറപ്പുകളിൽ പോയി വാർദ്ധക്യത്തിൽ പോലും പണിയെടുക്കുന്ന ഒരുപാട് പേരുള്ള നാട്ടിൽ അവർക്കൊരു ആശ്വാസമായി കിട്ടുന്ന ഈ പറയുന്ന പെൻഷൻ മുടങ്ങിയപ്പോൾ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിച്ച ഒരുപാട് പേരുള്ള നാടാണിത്. ആ നാട്ടിൽ നിന്നിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ തന്നെ നാഷണൽ തലത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ലീഡർ വന്നിട്ട് അവരെ കൈക്കൂലി കൊടുത്ത് സർക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതായത് ഒരു പെൻഷൻ കൊടുത്തപ്പോൾ അത് കൈക്കൂലിയായിട്ട് കൺവെർട്ട് ചെയ്ത് പറഞ്ഞ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിൽ നിലമ്പൂരുകാരിൽ നിന്നും 1% വോട്ട് എന്തായാലും UDF